ഒന്നും പറയാനില്ല. നമ്മൾ ലോക കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. വളരെ മികച്ചൊരു എക്സ്പീരിയൻസ്. വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പുതിയൊരു ലോകം കണ്ട നല്ലൊരു മൂവി, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള. അതുകൊണ്ടായിരിക്കും ഈ ലോകാന്ന് പേര് കേട്ടെ. യെസ്, അതായിരിക്കും. എന്തായാലും ആ ലോകം കൊള്ളാം, അടിപൊളിയായിട്ട്. ലോക്കി യൂണിവേഴ്സിന് ഒരു വെല്ലുവിളിയായി. ഇനി ഒരു മര്യാദക്കുള്ള ഒരു യൂണിവേഴ്സ് വരാൻ പോവാണ്. ഇത് ലോക്കിയുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ പുള്ളി പ്ലാൻ ചെയ്തല്ല, കമ്മിറ്റ് ചെയ്ത. ഒരു പ്രേത യൂണിവേഴ്സ് ഓരോരുത്തർക്കും കൊടുത്തേക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അതെല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെന്ന് പറയുന്നതാണ്. മറ്റേ ഏതൊരു പടത്തില് നമ്മൾ പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ആർക്കില്ലാന്ന് പറയാം, ആർക്കൂല എന്ന് പറഞ്ഞവരല്ല, പോലെയല്ല. ക്യാരക്ടർ ഓരോരുത്തരെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എടുത്ത് പറയണം, വളരെ ഭംഗിയായിട്ട്. അതായത് നസ്ലിനൊക്കെ എല്ലാ ക്രഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ശരിക്കും മാറി നല്ലൊരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് അവന്റെ അഭിനയം നമുക്കറിയാം. സങ്കടമൊക്കെ വരുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന നെസ്ലിന്റെ ഒരു എപ്പോഴും അവനൊരു ക്രിഞ്ച് സാധനം മാറിയിട്ട് നല്ല നാച്ചുറൽ ആക്കി. ആ സാധനം കൊണ്ടുപോകാൻ ഇതിലോട്ട് നന്നായി ഫിറ്റ് ആവാണ്ടിരിക്കാറുണ്ട്. അല്ല, ക്രിഞ്ച് കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ അത് കറക്റ്റ് ഓരോ ടൈം അനുസരിച്ച് അതിലേക്ക് നല്ല മാച്ചിങ് ഉണ്ട്. അതുപോലെ തന്നെ ചന്തു എനിക്ക് ചന്തുവിനെ ഭയങ്കര ഇഷ്ടമായി. കാരണം മഞ്ഞൾ വോയിസിലാകെ ലൂസ് അടിക്കട എന്നുള്ള ഒരു സാധനം കഴിഞ്ഞിട്ട് ഇതുവരെ അവന് നല്ലൊരു ഡയലോഗ്, നല്ലൊരു സംഭവം ഇതുവരെ ഞാൻ കിട്ടിയിട്ടില്ല. നല്ലൊരു കോമഡി പ്ലസ് നമ്മുടെ നസ്ലിന്റെ ഒപ്പം തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞ ഒരു പഴയ സലീം കുമാറിനെ കണ്ടെന്ന് തന്നെ പറയാം. ആ കോമഡി ടൈമിങ്ങിന്റെ കാര്യത്തിലൊക്കെ അടിപൊളിയായിട്ട്. സലീം കുമാറിന്റെ ഒരു ഡയലോഗും ഉണ്ട്, മറ്റേ പഴയൊരു പടത്തിലൊരു ഡയലോഗും ഇല്ലാത്ത അവൻ പറയുന്നുണ്ട്. പറയണ്ടോ? ഉണ്ട്. ഞാൻ നിന്നോട് പടത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞില്ലേ, സലീം കുമാർ പറഞ്ഞ അത് ഡയലോഗ് ഓർക്കുന്നില്ല. എന്താ അവൻ പറഞ്ഞായിരുന്നു. ശരിയാ, പടത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു. അത് എന്താന്ന് ഓർമ്മയില്ല. അല്ല, നമുക്കത് ഒരു സീൻ എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാൻ പറ്റില്ല. മൊത്തത്തിൽ പടം ഫുള്ള് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. അതെ, അത് അങ്ങനെ തന്നെ പറയണം. ഫൈറ്റ് കൊറിയോഗ്രാഫി ബെസ്റ്റ്. അതായത് ഒരു ടിപ്പോൾ ഫൈറ്റ്, ഒരു മോശം പറയല്ല ഫൈറ്റിനകത്ത്. മലയാള സിനിമയിലൊക്കെ ഒരു നല്ല ഇതിലേക്ക് പറയാൻ പറ്റുന്ന സിനിമയിൽ ഫൈറ്റ് പറയാൻ പറ്റിയ രീതിയിലേക്കാണ് ക്യാമറ മൂമെന്റ്സ്. ഇതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി നല്ല അടിപൊളിയാ. കുട്ടി അടിപൊളിയാ. കുട്ടി അടിപൊളിയാന്ന് പറഞ്ഞാൽ അതിനൊപ്പം തന്നെ ആ ചെയ്തു വെച്ചേക്കണ എഡിറ്റ് ചെയ്തവനായാലും എടുത്തു വെച്ചേക്കണവനായാലും മികച്ചായിട്ട് അവൻ ചെയ്തു വെച്ചേക്കണം. പിന്നെ പറയേണ്ട മെയിൻ ഒരു ഇത് സാന്റീരൻ വില്ലൻ വേഷം. നമ്മുടെ ലിയോയുടെ അതേ സാധനം തന്നെ. അതുപോലെ കാണുമ്പോ തന്നെ ഒരു ഓർമ്മ കൊടുക്കാൻ തോന്നുന്ന ഒരു ക്യാരക്ടർ സംഭവം നല്ല അടിപൊളിയാണ്. പിന്നെ BGM മറ്റേ നല്ല പിന്നെ കല്യാണി പ്രവേശന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ റോള് പെർഫെക്റ്റ് ആയിട്ട്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇവളെ കണ്ടതിന് ശേഷം എനിക്ക് ആക്റ്റായിട്ട് വേറെ ഒരു നടി ചിലപ്പോൾ മലയാളത്തില് അങ്ങനെ ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ട്രെയിലറെ കണ്ട് സിനിമ കാണാൻ പോകുമ്പോഴും കല്യാണിക്ക് ഒരു ഇന്ന മൂവീസിൽ മാത്രമാണ് പറ്റുള്ളൂ, വരാൻ ആവശ്യമുണ്ട് അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഹൃദയം സിനിമ അങ്ങനത്തെ സിനിമകളിലാണ് വീതി എന്നിട്ട് പറയാ വിതുറുന്ന നായിക. അതിനൊക്കെ ബെസ്റ്റ് ഒരു നല്ലൊരു ക്യാരക്ടർ തന്നെ ഇതിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കോമഡി ഉണ്ട്. കോമഡി ഉള്ളൊരു നമ്മളെ ഒരു എന്റർടൈനർ ആണ് പടം. പ്ലസ് നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു പടം. ഒരു നല്ലൊരു പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയൊരു ഫീൽ ഇറങ്ങി നമുക്ക് പറയാൻ. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ടല്ല, ഇതൊരു യൂണിവേഴ്സ്. മറ്റേ പറഞ്ഞ പോലെ ഒരു കുറെ പാർട്സ്. അതിന്റെ അകത്ത് പിന്നെ ശരിക്കും ഡയറക്ടറായിരിക്കും ദുൽഖറാനെ തീരുമാനിക്കുന്നതായിരിക്കും. പിന്നെ പടം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുമ്പോ തന്നെ ആരും എനിക്കൊരു പറ്റിയായിരുന്നു. എൻഡ് ക്രെഡിറ്റ് ഉണ്ട്, അത് സൂപ്പർ. എൻഡ് ക്രെഡിറ്റ് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് സൗണ്ട് ആയിട്ട് തിരിച്ചു കയറുന്നത് ഞാൻ കാര്യം ചെയ്യും. എന്താ പറ്റി? കാരണം അവസാന ഒരു സീൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്താന്നുള്ള എന്റെ അടുത്ത് വേറെ ബ്രോ പടം കഴിഞ്ഞിട്ട് വേറെ എവിടെയുണ്ടോ അങ്ങനെ ഒരു സാധനമൊക്കെ അവരൊന്ന് ചോദിച്ചാൽ നമ്മള് ഇന്ന അവിടെ സീനായിരുന്നു പറഞ്ഞാൽ തീരും. ഇത് അങ്ങനെയല്ലേ, ഞാൻ പറഞ്ഞു ഇന്ന അവിടെ സീനായിരുന്നു പുള്ളി എന്തായിരുന്നു ഡയലോഗ്, ഞാൻ ഇതാണ് ഡയലോഗ് സിറ്റുവേഷൻ കാണിച്ചു.
അങ്ങനെ കാരണം അത് ചോദിക്കാനുള്ള ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ പടം അത്ര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സ് ഇനിയും കാണുന്ന ആൾക്കാർക്ക് നല്ലൊരു ആഗ്രഹം. അല്ല, കാണും പടം എന്തായാലും. ഓണത്തിന് എനിക്ക് തോന്നുന്നു ഒരു ഓണം വിൻ സിനിമ എന്ന് പറയുന്നത് ചിലപ്പോ എല്ലാവരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. എനിക്ക് ഹൃദയപൂർവ്വം കാണോട്ടോ. കുറിച്ച് നല്ല അഭിപ്രായമാണ് മൊത്തത്തിൽ. ക്ലാഷ് ആണെങ്കിലും എല്ലാം നല്ല റിവ്യൂ ആയിട്ട് കിട്ടണേ. ഇപ്പൊ ഈ മലയാളം എനിക്ക് തോന്നുന്നു 2025 ഫസ്റ്റ് ആയിരുന്നോ 24 ലാസ്റ്റ് ആയിരുന്നോ ഇറങ്ങുന്ന പടങ്ങളെല്ലാം വിജയിച്ച ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു ഇതിലേക്ക് ഇപ്പൊ ഈ ഒരു ഇപ്പൊ നാളത്തെ നമ്മുടെ ഫഫയുടെ സിനിമ എങ്ങനെയാണ്, അതും കല്യാണി തന്നെയാണ് അതിന്റെ ക്ലാഷ്. കല്യാണിക്ക് ക്ലാഷ് കല്യാണി തന്നെ ഇതിനകത്ത് ക്യാമിയോ റോൾസ് ചെയ്തിരിക്കുന്നത്. അത് സ്പോയിലറാണ്, ആരൊക്കെയാണ് പറയുന്നില്ല. പക്ഷെ സ്പോയിലറാണ്, പറയണ്ട. ബെസ്റ്റ് ആട്ടോ, എല്ലാവരും നല്ല ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് സംഭവം. എല്ലാ ക്യാരക്ടേഴ്സും പറയണം. മ്യൂസിക് ആയാലും ക്യാമറ ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാവരും നല്ല മികച്ച, ഒന്നിൽ മികച്ചെന്നല്ല, എല്ലാവരും നല്ല വളരെ ഭംഗിയായിട്ട്. പിന്നെ പടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഉണ്ടായിരുന്ന ചോദ്യം, കാണാൻ പോകുന്ന നിങ്ങൾക്കും ആ ചോദ്യം ഉണ്ടാവും, മമ്മൂട്ടി ഉണ്ടോ പടത്തിൽ, ഈ കാഴ്ച ഉണ്ടോന്ന് എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്. കണ്ടറിയാം, അത് കണ്ടറിയാം നിങ്ങൾ. സ്പോയിലർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്പോയിലർ എന്ന് പറയുന്നത് ഒന്നുമില്ല. നമ്മുടെ കാമിറോള് നന്നായി സ്പോയിലർ പറയാൻ നിൽക്കണ്ട കേട്ടോ. എങ്ങനെ കാമി ആരൊക്കെ ഉള്ളതെന്നുള്ള കാര്യം അത് പറയുന്നില്ല. ഇതില് നമ്മുടെ നായിക കഥാപാത്രം അവതരിപ്പിച്ചത് കല്യാണി ആരാണ്? കല്യാണി പ്രിയദർശന്റെ മോളാണ്. അല്ല, ഒരു യക്ഷിയാണ്. യക്ഷി എന്ന് പറഞ്ഞാൽ വേറെ യക്ഷിയല്ല, നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു യക്ഷിയാണ്. അതായത് നമ്മള് ഇപ്പൊ ഞങ്ങളുടെ ഒരു ഏജ് കാറ്റഗറിയിലാണെങ്കിലും ഞങ്ങളുടെ തൊട്ട് മുമ്പുള്ളവരാണെങ്കിലും യക്ഷി എന്നുള്ള ഒരു, അല്ലെങ്കിൽ പ്രേതം എന്നുള്ളൊരു മലയാളത്തില് ഉണ്ടാക്കി വെച്ചേക്കണ ഒരു സംഭവം ഉണ്ട്. ആ ഒരു സങ്കല്പമുണ്ട്. വെള്ള സാരി കൊടുക്കുക, ചുണ്ണാമ്പുണ്ടോ ചോദിച്ചേട്ടാ. പല കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. പ്യൂർലി ഹൊററായിരുന്നു, പേടിപ്പിക്കണം. പിന്നെ വിനയ ചിത്രങ്ങളൊക്കെ വരുമ്പോ കുറച്ചും കൂടെ റൊമാൻറ്റിക് മാറും. ഇങ്ങനെ ഒരു മൂഡ് ആരും പിടിച്ചിട്ടില്ല. പക്ഷെ അതായത് വളരെ ക്രിഞ്ചായിട്ട് കളയാൻ പറ്റുന്ന സാധനം നല്ല രീതിയിൽ എടുത്തു വെച്ചു. സൂപ്പർ ഹീറോ എങ്ങനെ ഇരിക്കും അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചു. പിന്നെ ഞങ്ങൾ പറഞ്ഞ കൊച്ചിന്റെ ഫൈറ്റ് സീൻ എന്തായാലും കണ്ടിരിക്കണം. അത് ഒരു ചെറിയ കൊച്ചു ചെയ്യാനാണ് നമുക്ക് തോന്നൂല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീനാണ്. അതൊരു ചെറിയ കുട്ടി, ഒരു 7-8 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി അത് ചെയ്യുന്ന രീതി എന്ന് പറയാൻ നമുക്ക് ശരിക്കും ആക്സെപ്റ്റബിൾ ആണ്. കാരണം കൊച്ചിനെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് കൊച്ചാണ് അത് ചെയ്തു വെച്ചത്. പിന്നെ എനിക്ക് VFX ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലേ. സ്പോയിലർ അല്ല, എന്നാലും പറയാൻ പറ്റില്ല. VFX ഉണ്ട്. നമ്മളെ ബിൽഡിങ്സ് കാണുന്ന ഒരു VFX ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ് സിനിമ. അത് ബാംഗ്ലൂരല്ല, ബാംഗ്ലൂർ. അത് അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ബാംഗ്ലൂർ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന സാധനങ്ങളല്ല അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അവരതുപോലെ കാട്ടും ചെയ്യുന്നു. മീൻസ് അതെ, അവിടെ കിട്ടുന്ന സാധനം അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് കിട്ടും. നമ്മൾ കൊച്ചിയിലാണ് സാറേ, കൊച്ചി അങ്ങനെയാണെന്നുള്ള പൊതുവെ. പക്ഷെ അതിലൊക്കെ വളരെ ഇതായിട്ട് എന്താ പറയാ, ബാംഗ്ലൂർ സിറ്റിയൊക്കെ നല്ല ഭംഗിയായിട്ട് അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. കല്യാണി വാമ്പിയർ എന്നുള്ള കാര്യം അത് പിന്നെ അത് കണ്ടു തുടങ്ങുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. സെൻസർ ബോർഡ് പുറത്തുവിട്ടൊരു സ്പോയിലർ ഉണ്ട്. അത് പറയാനത് ക്യാമിയോസിനെ പറ്റി അതെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ല, വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് സിനിമയെ കൂടുതലായിട്ട് അന്വേഷിക്കുന്ന ആൾക്കാരാണ് കാണാൻ ചാൻസ് ഉള്ളൂ. നമ്മളത് ആരൊക്കെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു ആക്കുന്നില്ല. അതാണ് ആ ഒരു രസമാണ്. അതൊക്കെ ആ സമയത്ത് കാണുമ്പോഴുള്ളൊരു അതിലൊരു ബ്യൂട്ടി ഉണ്ടല്ലോ, അതൊരു ബ്യൂട്ടിയാണ്. പിന്നെ ഈ പടത്തിൽ ഇപ്പോ ഫസ്റ്റ് ക്യാരക്ടർ കല്യാണിയുടെ വാമ്പിയർ ഒരു ക്യാരക്ടർ, നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നത് വേറൊരു ഇതിൽ തന്നെ ക്യാമിയോ ഒരാളുടെ സ്പോയിൽ ചെയ്യാം. എന്തായാലും സ്പോയിലർ റിവ്യൂ കാണാതിരിക്കുന്ന സിനിമ കണ്ടിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് നമുക്കെല്ലാം എൻജോയബിൾ ആയിട്ട്, അതായത് ഇംഗ്ലീഷിൽ ജിം ക്യാരി ചെയ്യുന്ന കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഇതിൽ ടോവിനോ. ആ ഐറ്റം ഒരു മലയാളത്തിൽ ജിം ക്യാരി വന്ന് അഭിനയിച്ച എങ്ങനെയിരിക്കും, കറക്റ്റ് അതുപോലെയാണ് ചെയ്തത്. ശരിയാണ്. അതായത് ടോവിനോ സാധനം നശിപ്പിച്ചില്ല എന്നാണ് സത്യം പറയണ്ടേ. അത് ഭയങ്കര റിസ്കി ക്യാരക്ടർ ആയിരുന്നു. നമുക്ക് ക്രിഞ്ച് തോന്നാൻ അല്ലെങ്കിൽ അയ്യോ തോന്നാനുള്ള സാധനങ്ങളായിരുന്നു. പക്ഷെ
സൂപ്പറാക്കി. ഇതാണെങ്കിൽ ഒരു കോമഡി എങ്ങനെ അതിലേക്ക് എത്തിക്കാം. ഒരു ഓർഡർ ക്യാരക്ടറാണ്. ക്യാരക്ടറിന്റെ ഈ പറയപ്പെടുന്ന ചാത്തന്റെ നേച്ചർ അതാണ്. ചാത്തന് മാജിക് അറിയാം, നമ്മളെ ഇതാക്കും, ട്രാപ്പാക്കും, മൈൻഡ് കൺട്രോൾ ചെയ്യാൻ അറിയാം. അതൊക്കെ ഭയങ്കര മോഡേൺ രീതിയിൽ കാണിച്ചു വെച്ചേക്കാം. പടത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഈ വാമ്പയർ കൂടാണ്ട് നമുക്കിടയിൽ തന്നെ പല കഴിവുള്ള ആൾക്കാർ പല രീതിക്ക് ഉണ്ട്. അതിലൊരാളാണ് ടോവിനോ. ടോവിനോനെ പോലെ തന്നെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് പടത്തിൽ. അത് ശരിക്കും ഒരു മലയാളത്തിന്റെ മാർവൽ എന്നൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ഒരു യൂണിവേഴ്സാണ്. അത് നമുക്ക് ലോജിക്കലിയും കൂടെ കാണിച്ചാവാൻ അവർ ഇതിനൊരു വൈറസ് ആയിട്ടാണ് കാണിച്ചത്. അപ്പൊ അതാവുമ്പോ നമുക്ക് അധികം പ്രശ്നമുണ്ട്. ഇതിൽ സൂപ്പർ നാച്ചുറൽ എന്നുള്ളതിൽ പോവാണ്ട് ഇതിൽ വൈറസ്, ഇമ്മോർട്ടാലിറ്റി ഒരു വൈറസ്. അതെ, അങ്ങനെ സൂപ്പർ പവേഴ്സ് വൈറസ് വഴി കിട്ടണമെന്നുള്ള രീതിയിൽ. പിന്നെ ഇത് എങ്ങനെ നശിപ്പിക്കാം, ഈ വൈറസ് എങ്ങനെ നശിക്കുക, അല്ലെങ്കിൽ അവര് ഇത് എങ്ങനെ തീർക്കാന്നുള്ളതിന്റെ സംഭവം അവര് പറയുന്നുണ്ട്. ഇപ്പൊ കല്യാണി ബ്രദേഴ്സിന് കുറച്ച് വൈകാരിക വന്നെന്നുള്ള കുഴപ്പങ്ങളും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പടത്തിന് നമുക്ക് നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. മൊത്തത്തിൽ നല്ലൊരു പടം. അതായത് നമ്മള് ഏതൊരു ഭാഗം നോക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് എനിക്ക് ഇൻട്രോൽ ടൈം എത്തിയത് അറിഞ്ഞില്ല. പെട്ടെന്ന് ടൈം സമയം പോയത് ഭയങ്കരമായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് അവിടെ നിർത്തുന്നുണ്ട് പടം. അടുത്ത സീനിലേക്ക്, അതായത് ആകാംക്ഷയല്ല, നമ്മളറിയാതെ സഞ്ചരിക്കും, അലിഞ്ഞ് അങ്ങോട്ട് പോകണം നമ്മൾ. അതായത് നമുക്ക് ചെറിയ എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നുമ്പോൾ അവിടെ നല്ലൊരു കോമഡി അതുപോലെ അവസാനം ഒരു നല്ല റൊമാൻറ്റിക് സീൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇടയിൽ. അപ്പോഴേക്ക് ചന്തു എന്നെ ഒരു ഹോസ്റ്റലിൽ സാധനം വരുന്നുണ്ട്. ഇനി എന്തായാലും എല്ലാവരും പടം കാണുക, അതന്നെ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ പടം കാണണം. അത് സ്പോയിലർ റിവ്യൂ പറഞ്ഞിട്ട് നമ്മൾ അധികം സ്പോയിലറിലേക്ക് കാണണം, കണ്ട് ആസ്വദിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് പടത്തില്. ഞങ്ങൾ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്പോയിലർ ആയിട്ട് നല്ല രീതിയിൽ ഒരു ഇതിന്റെ ടെക്നിക്കലും എല്ലാ സംഭവങ്ങളും നമ്മൾ നല്ല രീതിയിൽ വേണമെങ്കിൽ പുറത്തു വിടാം. 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാറുള്ളത്. കണ്ട് പഠിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അവിടെ കോക്കണ്ണനൊക്കെ എന്താ പറയണെന്ന് നമുക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ കോക്കണ്ണന്റെ രീതിയിൽ കോക്കണ്ണൻ ഈ പ്രാവശ്യം ആരുടെ വേഷത്തിൽ വരും? കോക്കണ്ണൻ മിക്കവാറും ഇല്ല, പുള്ളി നസ്ലിന്റെ അല്ല ചന്തുവിന്റെ വേഷത്തിലായിരിക്കും. അല്ല മറ്റേ അരുണിന്റെ വേഷം പെട്ടെന്ന് കിട്ടാൻ ചാൻസാ. കൂടെ ഉള്ളവനില്ലേ മറ്റേ വണ്ടി ആയിട്ട് പോയുള്ള പോക്കറ്റിന് ID കാർഡ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ കഞ്ചാവായി പറയുന്നത് ആ സാധനമായിട്ട് വരാൻ ചാൻസ് ഉള്ള ചുരുണ്ടുമുടി ഇട്ട്. അല്ല, അവന്റെ റോളാണെങ്കിലും നല്ലൊരു റോള് തന്നെയാണ് ഒരുപാട് ചന്തുവിനെ നസ്ലിനെ പോലെ ഒരുപാട് റോള് ഉണ്ടെങ്കിൽ പക്ഷെ കൊടുത്തേക്കണ പക്ഷെ അവർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ക്യാരക്ടറൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള കുറെ ക്യാരക്ടർമാരാണ് അതിന്റെ അത്. നമ്മുടെ കൂട്ടത്തിലും അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് അവർക്ക്. പിന്നെ ആരും എനിക്ക് അങ്ങനെ ഡയറക്ടറിനെ ആരും ഇത്ര പൊക്കി പറഞ്ഞ് ഞാൻ ഒത്തിരി വീഡിയോ കണ്ടില്ല. പക്ഷെ ഡയറക്ടറിന്റെ നല്ലൊരു ഇതുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒന്നും കാണാണ്ട് ദുൽഖർ എടുക്കൂല. അത് നമുക്ക് മനസ്സിലായി, പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഈ ഡയറക്ടറിന്റെ പടത്തിനൊക്കെ അത്ര വലിയ വിജയമൊന്നും വിജയിച്ചില്ലെങ്കിൽ പോലും ഒരു അത്യാവശ്യം ഞാൻ സാറാസ് സിനിമ കണ്ട, തരംഗം കണ്ട, എനിക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നല്ല പടമായിരുന്നു. നമ്മളാരും അങ്ങനെ പുള്ളിനെ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളിയുടെ പേര് ഇനി എന്തായാലും എടുത്ത് പറയും. അടുത്തൊരു പടം മൂവ്മെന്റ് ഡിഫറെന്റ്. ഇതങ്ങനല്ല, ഇതൊരു സെറ്റ് ചെയ്യണം ആദ്യം മുതലേ. ഒരു യൂണിവേഴ്സ് സെറ്റ് ചെയ്തു. ഈ ഐഡിയ ഈ ഫസ്റ്റ് മൂവി പാളിയാ പിന്നെ അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു വലിയ റിസ്ക് ആണ് ഡയറക്ടറും ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാൻ ഇന്ത്യൻ സാധനത്തിലേക്ക് പോകും ഉറപ്പുള്ള. പിന്നെ ഇതിന്റെ അകത്ത് നോക്കുമ്പോ പടത്തിന്റെ കളർ ഗ്രേഡിങ് ഫുള്ള് ഡാർക്ക്, അതൊരു ഹോളിവുഡ് ടച്ചിലാണ് ഫുള്ള് കളർ. വേറെ കാര്യം ശ്രദ്ധിച്ചാ, മറ്റേ പഴയ കാലത്ത് പോയതും ഒരു വൃത്തികേടില്ലാതെ അനിമേഷൻ കാണിച്ചിട്ടാണ് ഈ പഴയ കാലത്തിലേക്ക്. പക്ഷെ എന്താ പറഞ്ഞ പൊതുവെ സിനിമകളിൽ പഴയ കാലം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൊണ്ടുപോയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതൊന്നുമില്ല, ആ സെയിം കളർ ഗ്രേഡ് ആണെങ്കിലും നമ്മൾ തോന്നിപ്പിക്കും. പിന്നെ സ്ക്രീൻ റെസൊല്യൂഷൻ അത് പടത്തിന് കയറിയപ്പോ തന്നെ പറഞ്ഞ് സ്ക്രീൻ റെസൊല്യൂഷൻ നോക്കുന്നത് ഇവർ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഹോളിവുഡ് പടങ്ങൾ കാണാൻ പോകുമ്പോ എങ്ങനെയാണ് സ്ക്രീൻ അത് എനിക്കറിയില്ല. ഫിലിമിന്റെ
ക്രൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേളത്തെയും താഴത്തെയും മറ്റേ ഗ്രിഡ് ചെയ്ത മറ്റേ ആ സാധനം ഉണ്ടാവൂല. അത് ഒഴിവാക്കി മാക്സിമം ഐമാക്സ് പോലത്തെ സിനിമകൾ തിയേറ്ററിൽ അല്ലെങ്കിൽ നേരെയുള്ള തിയേറ്റർ, സ്ക്രീൻ വളയാത്ത നേരെയുള്ള തിയേറ്ററുകൾ ചൂസ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ എന്നാണ് അവര് ക്രൂ പറഞ്ഞേക്കുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നന്നായിരിക്കും. അത് മൊത്തത്തിൽ പറയാം, ക്യാമറ വർക്ക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അത് EFX ആണെങ്കിലും ഒന്നിലൊരു മോശം പറയാനില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പടം കണ്ടു കഴിഞ്ഞപ്പോ കുറച്ച് നാളായിട്ട് കുറെ പടങ്ങൾ കാണാൻ പോയിട്ട് ഞങ്ങൾ എല്ലാവരും നിരാശപ്പെട്ടാണ് ഇറങ്ങിയത്. ഭയങ്കര നിരാശപ്പെട്ടാണ് ഇറങ്ങിയത്. അശോക് ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അശോക് പോയ പടങ്ങളെല്ലാം പൊട്ടിന്റെ ബേസിലല്ല, അതിന്റെ ബേസിലല്ല, തിരക്കുകൾ കാരണം പോകാൻ പറ്റാതെ കുറെ നാളുകൾക്ക് ശേഷം പടം കണ്ട് സന്തോഷമായിട്ട് ഇറങ്ങി. നല്ല രീതിയിൽ മറ്റേ കൂലി ഞങ്ങൾ കണ്ടറിഞ്ഞു. അത് ഞങ്ങളുടെ പ്ലാൻ കൂലി കാണാൻ ഇറങ്ങുന്ന കാറിൽ വെച്ചാൽ നമുക്ക് ഇത് പറയണം. അതെന്തായാലും ലോകേഷിന്റെ പടമല്ലേ വെച്ച് കാറിൽ കയറി നിന്നിട്ട് ഒരുമാതിരി മരിച്ചു വീട്ടിലെ അവസ്ഥയായിരുന്നു. കാറിന്റെ അകത്ത് സങ്കടപ്പെട്ടെങ്കിരിക്കുകയായിരുന്നു ഞങ്ങൾ, എന്ത് വണ്ടി വെച്ചേക്കണെന്ന രീതി. പക്ഷെ ഇത് ഇറങ്ങിയ ആടെ ചർച്ച തുടങ്ങി. ഇത് വീട്ടിലെത്തി വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ഒരുപാട് ഉണ്ടാവില്ല. അങ്ങനെ എന്തായാലും എല്ലാവരും പടം മസ്റ്റായിട്ട് വാച്ചാണ്. തിയേറ്ററിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ മിസ്സാണ്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് എന്തായാലും മസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ, അതിലേക്കും ബൈ.